السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. സൂറത്തുൽ മുസമ്മിലിലെ 4-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നിവിടെ അർത്ഥം പറയുവാനുള്ളത്. വറത്തിലിൽ ഖുർആന തർത്തീല. ഖുർആനിനെ സാവകാശത്തിൽ ഓതുക, അഥവാ നിർത്തി ഓതുക. ഖുർആൻ പാരായണത്തിന്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് തജ്വീദ് നിയമപ്രകാരം തന്നെ ഭംഗിയോടുകൂടി നിർത്തി പാരായണം ചെയ്യുക. ഖുർആൻ എങ്ങനെയെങ്കിലും പാരായണം ചെയ്താൽ പോരാ, അതിന് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഥവാ തജ്വീദ് നിയമപ്രകാരം അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം അറിയണം. ഓരോ അക്ഷരം ഉച്ചരിക്കുമ്പോഴും അതിന്റെ ഉത്ഭവം അത് എവിടെ നിന്നാണ് ഉച്ചരിക്കേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അറബിയിലെ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കാൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ അതിന്റെ ഉത്ഭവസ്ഥാനങ്ങളുണ്ട്. ഇപ്പോ ഹൽക്ക്, തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങൾ, തൊണ്ടയുടെ താഴെ നിന്ന് വരുന്നത് ആ, അതുപോലെ ഹ, ഹംസയും ഹാവും, അതുപോലെ തന്നെ തൊണ്ടയുടെ നടുക്കുന്ന് വരുന്നത്, മധ്യത്തിൽ നിന്ന് വരുന്നത് ഐന്, ഹ, തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് വരുന്നത് ഖാ, ഖാ എന്നീ അക്ഷരങ്ങൾ, ഈ 6 അക്ഷരങ്ങൾ തൊണ്ടയിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഓരോ അക്ഷരത്തിനും ഇപ്പൊ ളാദ് പറയേണ്ടത്, ത്വാഉ പറയേണ്ടത്, ഓരോ അക്ഷരത്തിന്റെയും ഉച്ചാരണം വളരെ കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം തന്നെ പാരായണം ചെയ്യണം. അക്ഷരങ്ങളുടെ സിഫത്തുകളെ കുറിച്ചറിയണം. അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോഴുള്ള പ്രത്യേക നിയമങ്ങളെ കുറിച്ചറിയണം. ഇൽഹാർ, ഇദ്ഗാം, ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഗുന്ന, അങ്ങനെ മദ്, ശദ്, അങ്ങനെ പല നിയമങ്ങളുണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ വിദഗ്ധരായ പ്രഗത്ഭരായ ഉസ്താദുമാരുടെ നാവിൽ നിന്ന് അത് കേട്ടു പഠിക്കാൻ വേണ്ടി സാധിക്കണം. ഖുർആൻ പാരായണം അങ്ങനെയാണ് പഠിക്കേണ്ടത്. നമ്മളെല്ലാവരെയും നിർബന്ധമായി ഫാത്തിഹ സൂറത്ത് ഓതുന്നു. ആ ഫാത്തിഹ സൂറത്തിൽ ഒരക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിസ്കാരം പോലും ബാത്തിലാകും. നല്ല അറിവുള്ള ഒരു ഉസ്താദിന്റെ മുന്നിൽ ഇരുന്നിട്ട് നാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെ അവസ്ഥ എന്താണ് എന്ന്. എത്രമാത്രം തജ്വീദ് നിയമം അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. വറത്തിലിൽ ഖുർആന തർത്തീലാ. ഈ ഒരു വാക്യത്തില് ആ തജ്വീദിന്റെ നിയമം അനുസരിച്ചാണ് പാരായണം ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം മാറുന്നത് കൊണ്ട് തന്നെ അക്ഷരങ്ങൾ തന്നെ മാറിപ്പോകും. അങ്ങനെ വരുമ്പോൾ അർത്ഥം മാറിപ്പോകും. അങ്ങനെയുള്ള ചില പാരായണങ്ങൾ ഹറാമാകും, നിഷിദ്ധമാകും, നാളെ പരലോകത്ത് കുറ്റകരമായ പാരായണമാവുകയും ചെയ്യും. പ്രതിഫലം കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നതെങ്കിലും നമ്മുടെ മഖ്റജുകൾ മാറുന്നത് കാരണം, തജ്വീദ് നിയമം തെറ്റിക്കുന്നത് കാരണമായിട്ട് നാളെ പരലോകത്ത് അത് ശിക്ഷാർഹമായ പാരായണമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിർബന്ധമാണ് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം തജ്വീദ് നിയമം പഠിക്കുക എന്നുള്ളത്. തജ്വീദിന് 5 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, അക്ഷരങ്ങളുടെ മഖ്റജുകൾ, ഉത്ഭവസ്ഥാനം അറിയുക. 29 അക്ഷരങ്ങൾ 17 സ്ഥലങ്ങളിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് ഓരോന്നും വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കണം. രണ്ടാമത്തേത്, അക്ഷരങ്ങൾക്കുള്ള സിഫത്തുകൾ അറിയണം. ഉച്ചാരണ സമയത്ത് അക്ഷരങ്ങളുടെ പ്രത്യേക സ്വഭാവം അറിയണം. സിഫത്തുകളുടെ വ്യത്യസ്തതയാൽ അക്ഷരങ്ങൾ തന്നെ മാറുന്നു. ഉദാഹരണം പറഞ്ഞാൽ സ്വാദും സീനും രണ്ടിന്റെയും മഖ്റജ് ഒന്നാണ്, ഉത്ഭവസ്ഥാനം ഒന്നാണ്. പക്ഷെ അതിന്റെ സിഫത്തുകൾ മാറുന്നതിനനുസരിച്ച് അക്ഷരങ്ങൾക്ക് കൃത്യമായ മാറ്റം സംഭവിക്കുന്നു. പക്ഷെ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒരു ഉസ്താദിന്റെ നാവിൽ നിന്ന് കണ്ട് കേട്ടു പഠിക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോഴാണ് സിഫത്തുകളും മഖ്റജുകളും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ഒന്നുമില്ലെങ്കിലും ഫാത്തിഹ സൂറത്തെങ്കിലും ഒരു പിഴവില്ലാതെ പാരായണം ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. അതിനെന്തു വേണം? അറിയാവുന്ന നല്ല എല്ലാ ഉസ്താദുമാർക്കും ചിലപ്പോൾ തജ്വീദ് കൃത്യമായിട്ട് അറിയണമെന്നില്ല. എല്ലാവർക്കും തജ്വീദ്
വളരെ കൃത്യമായിട്ട് അറിയണമെന്നില്ല. അപ്പൊ തജ്വീദ് നിയമം വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു ഉസ്താദിന്റെ മുന്നിലിരുന്ന് ഓതിക്കൊടുക്കണം ഫാത്തിഹ. എന്നിട്ട് ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കണം. അതിനൊന്നും യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. കാരണം ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. തജ്വീദിന്റെ മൂന്നാമത്തെ ഘടകം അക്ഷരങ്ങൾ കൂടിച്ചേരുമ്പോഴുള്ള പ്രത്യേക വിധികൾ, നിയമങ്ങൾ, ഹുക്കുമുകൾ അറിയണം. ഉദാഹരണത്തിന് സുക്കുനായ നൂനിന്റെ ശേഷം ഇന്ന അക്ഷരം വന്നു കഴിഞ്ഞാൽ എന്തു വേണം, സാക്കിനായ മീമിന് ശേഷം ഇന്ന അക്ഷരം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് പഠിച്ചറിയണം. അതുപോലെ തന്നെ നാലാമത്തെ ഘടകം നാവ് കൊണ്ടുള്ള ആവർത്തന പരിശീലനം. ആവർത്തിച്ചു പാരായണം ചെയ്യലുകൊണ്ട് ഖുർആനിന്റെ ഉച്ചാരണം ശരിപ്പെടുത്താനാവും. മടി കാണിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഒരിക്കലും ഖുർആന്റെ പാരായണം ശരിയാവുകയില്ല. വലിയ ബുദ്ധിമാനായതുകൊണ്ട് മാത്രം ആവർത്തനമില്ലെങ്കിൽ ഉച്ചാരണം ശരിപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ധാരാളം പാരായണം ചെയ്യണം. അഞ്ചാമത്തെ ഘടകം, തജ്വീദിന്റെ അഞ്ചാമത്തെ ഘടകം വിദഗ്ധരായ ഉസ്താദുമാരുടെ വായിൽ നിന്നത് പകർത്തലാണ് എന്നത് തന്നെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ 1-ാം ക്ലാസ് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് ഏറ്റവും പ്രഗത്ഭനാവണം എന്ന് പറയുന്നത്. കാരണം ഓരോ അക്ഷരം പഠിപ്പിക്കുമ്പോഴും അതിന്റെ മഖ്റജും സിഫത്തുകളൊക്കെ മാനിച്ചും പരിഗണിച്ചും കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടും പഠിപ്പിക്കുന്ന ഒരു ഉസ്താദായിരിക്കണം 1-ാം ക്ലാസ്സിലെ ഉസ്താദ്. ഇനി +2 വരെ മദ്രസയുള്ള ഒരു +2 വരെ ക്ലാസ്സുള്ള ഒരു മദ്രസയാണെങ്കിൽ തന്നെ ആ മദ്രസയിലെ ഏറ്റവും പ്രഗത്ഭനായ ഉസ്താദായിരിക്കണം ആ മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത്. അക്ഷരങ്ങൾ കൃത്യമായി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കണം. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി പറയുകയാണ്, തജ്വീദ് നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ആളുകൾ റബ്ബ ഖാരിഇൽ ലിൽ ഖുർആൻ വൽ ഖുർആനു യൽഅനുഹു. റബ്ബ ഖാരിഇൻ, എത്രയെത്ര ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ വൽ ഖുർആനു യൽഅനുഹു, ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ഓതുന്നുണ്ട് ധാരാളം, പക്ഷെ ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തജ്വീദിന്റെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. അർത്ഥവ്യത്യാസങ്ങൾ വരുന്ന പിഴവുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യല് ഇപ്പോ സാവകാശം ഓതലുണ്ട്, രണ്ടാമത്തത് വേഗതയിൽ ഓതലുണ്ട്, മൂന്നാമത്തേത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു പാരായണമുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തർത്തീലാണ്. തർത്തീൽ എന്ന് പറഞ്ഞാൽ സാവധാനം സാവകാശം പാരായണം ചെയ്യുക എന്നതാണ്. ഈ 3 വിധത്തിലും പാരായണം ചെയ്യാം. പക്ഷെ 3 വിധത്തിൽ പാരായണം ചെയ്യുമ്പോഴും തജ്വീദിന്റെ നിയമങ്ങൾ തെറ്റിക്കപ്പെടാൻ പാടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇത്രത്തോളം പറഞ്ഞത് തജ്വീദ് അത്രമേൽ പ്രധാനമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തജ്വീദ് നിയമപ്രകാരം കൃത്യമായി പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഈ സൂറത്തുൽ മുസമ്മിലിന്റെ 4-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വറത്തിലിൽ ഖുർആന തർത്തീലാ, സാവധാനം സാവകാശം തജ്വീദ് നിയമപ്രകാരം പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമുക്കും ഉൾപ്പെടാൻ വേണ്ടി സാധിക്കണം. അതിന് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.